എടേ, നമ്മുടെ നാട്ടിൽ ആണുങ്ങളൊക്കെ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പാടാണെന്നൊക്കെ കേൾക്കുന്നു. എന്താണല്ലേ? എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ത്രീകൾക്ക് ബസ്സിൽ വെച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മറ്റേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകളുടെ സേഫ്റ്റിയെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റിയുള്ള ചെറിയൊരു എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഈ പല സ്ത്രീകൾക്കും പബ്ലിക് ട്രാൻസ്പോർട്ടിലും വർക്ക് പ്ലേസിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം എടുത്താൽ തന്നെ പല സ്ത്രീകൾക്കും മോശം അനുഭവങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെന്നിട്ടും ബസ് പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രെയിൻ പ്രിഫർ ചെയ്യുന്നു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങൾക്ക് 2 കേസ് വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി മുതൽ ബസ്സിൽ യാത്ര ചെയ്യാൻ പേടിക്കുന്നു. എന്തുവാടേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എല്ലാവരും കൂടി ഒരു ബൈക്ക് എടുക്കുക. എല്ലാവരും ബൈക്കും സ്കൂട്ടറും കാര്യങ്ങളൊക്കെ എടുക്കുക. അല്ലാതെ പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്? ബസ്സിൽ യാത്ര ചെയ്യണം. ആണുങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യണം. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യട്ടെ. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി വന്നാൽ, ഇനി ഇപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും, അതിപ്പോൾ ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ള സ്പർശിക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ എടുക്കുക. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനല്ല, ഒരു തെളിവായിട്ട് വയ്ക്കുക. കണ്ടക്ടറോട് കാര്യം പറയുക, ട്രെയിനിലാണെങ്കിൽ ടിറ്റിയോട് കാര്യം പറയുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. വീഡിയോ എവിഡൻസ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ എവിഡൻസ് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. പോലീസ് പരാതി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. അല്ലെങ്കിൽ ഇവിടെ വനിതാ കമ്മീഷനുണ്ട് സ്ത്രീകൾക്ക്. ആണുങ്ങൾക്ക് കമ്മീഷൻ വേണമെന്ന് പറയുന്നത്, പക്ഷേ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൻ്റെ ഒരു പുറകെയുള്ളൊരു സൈക്കോളജി എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവെയർനെസ്സിനേക്കാളും കൂടുതലൊരു കോടതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സ്വയം പ്രഖ്യാപിത കോടതികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അതായത് ഞങ്ങൾ ശിക്ഷ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞ പോലെ. അതായത് എല്ലാം സോഷ്യൽ മീഡിയ. നമ്മുടെ നാട്ടിലെ പോലീസും നിയമമൊന്നുമില്ല, എല്ലാം സോഷ്യൽ മീഡിയ തരും ജസ്റ്റിസ്. മറ്റേ അണ്ണൻ തരും എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ജസ്റ്റിസ് തരും എന്നൊക്കെ പറയുന്നതാണ് അതൊരു ലോകമണ്ടത്തരം തന്നെയാണ്. അവയർനെസ്സിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്, ജസ്റ്റിസിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നൊരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞു ഇടുന്നതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു ജസ്റ്റിസ് ഇൻസ്റ്റൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരിട്ട് ഒരു പോലീസിലൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞ് കോടതി കേസായി, ഇതിനൊരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട്. ഈ പറയുന്ന പോലെ ടൈം കൺസ്യൂമിങ് ആണ്. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും. അത് ശരിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് ഡിനൈഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് എ ബാഡ് ജസ്റ്റിസ്. ഇപ്പോൾ ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പറയുന്നത്. അതായത് വൈകി കിട്ടുന്ന ന്യായം എന്ന് പറയുന്നത് നീതി കിട്ടാത്തതുമായി തുല്യമാണ്. കിട്ടാത്ത നീതി, ന്യായമല്ല, നീതി. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് കിട്ടുന്ന നീതി എന്ന് പറയുന്നത് ചിലപ്പോൾ കറക്റ്റായ നീതി ആവണമെന്നില്ല. മനസ്സിലായ? അവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജനഗണമന സിനിമ നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഒരു സിനിമയ്ക്കകത്ത് ആ കൊല്ലുന്നുണ്ടല്ലോ സുരാജ് വെഞ്ഞാറമ്മൂട്, അവരാദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ ഭയങ്കര മോശക്കാരാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീടാണ് സിനിമയിൽ പറയുന്നത് അവർ ഇന്നസെൻ്റ് ആണ്, അവരല്ല ഈ ക്രൈം ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ആ ഒരു പരിപാടിയാണ് ഇവിടെ ഇങ്ങനെ അങ്ങ് വിധിക്കുക. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് വിധിക്കണേണ്. അതൊക്കെ ഭീകരം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ കുറേ എണ്ണന്മാർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഈ സംരക്ഷണ നിയമങ്ങൾ കാരണം ആണുങ്ങൾ എഫക്റ്റ് ആവുന്നുണ്ട്. എല്ലാ നിയമത്തിലും ഈ പറയുന്ന പോലെ നിയമ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആ നിയമം എടുത്ത് കളയുന്നതല്ല സൊല്യൂഷൻ. അതിനെ ഈ പറയുന്ന പോലെ എന്താണ് അത് ദുരുപയോഗം ചെയ്യപ്പെടാത്ത രീതിയിലാക്കുക എന്നുള്ളതാണ് ആ നിയമത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് നിങ്ങളെടുത്ത് കളയല്ല. ഇപ്പം നിങ്ങൾ പഞ്ചസാര ഒരു ചായയിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ചായ കുടിക്കണം. നിങ്ങളൊരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കുടിച്ചത് പ്രശ്നമാണ്. എന്നാൽ നിങ്ങൾ പഞ്ചസാരയെ കഴിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
നിങ്ങളവിടെ ഒരു സ്പൂൺ പഞ്ചസാര ഇടും എന്ന് പറയുന്ന പോലെ അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ, പഞ്ചസാര ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന പോലെ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി തക്കതായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. അതാണ് ഞാൻ പറയുന്നൊരു സംഭവം. പിന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന സാധനത്തെ ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. എന്താണ് ഫെമിനിസം എന്നൊരു ചോദ്യമുണ്ട്. ഈ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഈ പറയുന്ന പോലെ എന്താ പറയുക, എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഫെമിനിസം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ പുരുഷന്മാരെ തകർക്കുക എന്നുള്ളതല്ല. പുരുഷവിരോധം എന്ന് പറയുന്നത് മിസാൻഡ്രി എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അതാണ് പുരുഷവിരോധം എന്ന് പറയുന്നത്. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ എംപവർമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് മോശപ്പെട്ട രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. അത് നടപടി എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. സോ ഇത് പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ബൈ.